Cheers. Cheers. സാർ ഐറ്റംസ് കൊണ്ടുവരട്ടെ? ചിക്കൻ അല്ല മസ്ക. ഇനി വല്ല ഐറ്റംസും വേണോ? ഒരു ഐറ്റംസും വേണ്ട. വല്ല വാത്ത് ഐറ്റംസോ ഡക്ക് ഐറ്റംസോ? വേണ്ട, സ്റ്റീരിയോയും വേണ്ട. താനൊന്ന് പോയട്ടെ. ഡ്രൈവറോടൊന്ന് വരാൻ പറ. ദേവിയേ, നിന്നെ സാറ് വിളിക്കുന്നു. എന്താ സാർ? നീ ഊണ് കഴിച്ചോ? കഴിച്ചു. എന്നാ പോയി കിടന്നുറങ്ങും. അവനെ നാളെ രാവിലെ ഹണ്ടിങ്ങിന് പോകാനുള്ളതാ. ആ ജീപ്പ് കണ്ടീഷൻ ആണല്ലോ? അതെ. ആ, രാവിലെ ആരാണ് ഹണ്ടിങ്ങിന് പോകുന്നത്? നോട്ട് ഫോർ ഹണ്ടിങ്. മീരയ്ക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഒരു മിനി പിക്നിക്. നീ വരുന്നോ? അപ്പൊ ഇൻകം ടാക്സിന്റെ കാര്യത്തിന് ആര് പോകും? ഓ, ഞാനതങ്ങ് മറന്നുപോയി. അല്ല, കുറെ നേരമായാലേ തുടങ്ങിയിട്ട്? നിർത്താറായില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. നീ പോയി ഇറങ്ങിക്കോ. അത് പറ്റില്ല, ചേട്ടനും വരണം. ഞാൻ വന്നേക്കാം, നീ പോയിക്കോ. ദേ, ഈയിടെയായിട്ട് കുറെ കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാലേ ഞാനും ഒരു ദിവസം അടിച്ച് ഫിറ്റ് ആയിട്ടങ്ങ് കയറി വരും. അടിച്ചിന്റെ സിൽവർ ആളെ കളയും. ലാലേട്ടാ, ചേട്ടന് നേരെയാക്കണമെങ്കിൽ ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്ന ലക്ഷണമില്ല. ഞാൻ പറയാഞ്ഞിട്ടാണോ? കേക്കണ്ടേ? അല്ലടേ? പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടനൊന്ന് സമ്മതം മൂടിയാൽ മാത്രം മതി. പാർട്ടി ഏതാണെന്ന് എനിക്കറിയോ? നമ്മുടെ പലിശയുടെ ബാക്കിയാ. ഇവളുടെ ഫ്രണ്ട് പ്രിയ. നല്ല കുട്ടിയാണല്ലോടാ. എന്നാ നിനക്ക് നോട്ടുണ്ടോ? നീ ചുമ്മാ ഒന്ന് പോടെ. എന്തായാലും ചേട്ടനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കും. അത് തീർച്ചയാണ്. എന്ത് ബെസ്റ്റ് ക്യാരക്ടറാണെന്നറിയാമോ? നല്ല ഫസ്റ്റ് ക്ലാസ് ക്യാരക്ടറാണ്. നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും. അപ്പഴേ സാർ എന്തെങ്കിലും ഒറ്റയ്ക്ക് നടക്കുന്നേ? അമേരിക്കൻ റിട്ടേൺ ഹരിദാസിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേ പന്തലിൽ ഒരു സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുക. അല്ലടാ? നീ വെക്കാൻ തുടങ്ങിക്കോ. രാവിലെ പോകണല്ലേ? ചേട്ടൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ വന്നേക്കാന്നേ. ലാലേട്ടാ, ഒന്ന് നിർത്ത്. ഞാൻ ഇതോടെ നിർത്തി. ഇനി കോക്ടെയിൽ ഐറ്റംസ് ഒന്ന് എടുത്തോണ്ട് പോടോ. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മതി ചേട്ടാ, എനിക്ക് ബേബി, ഞാൻ വണ്ടി ഓടിച്ചോളാം. നീ പുറയിരുന്നോ. നിന്റെ ഫ്രണ്ട് വരുന്നത് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അവൾ ആ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സാറേ, അപ്പൊ ഞാൻ വരണ്ടേ? താനെന്തിനാ വരുന്നേ? അല്ല, വല്ല കിളി മുയൽ ഐറ്റംസിനെ പെറുക്കാൻ. കയറി. ഹായ് പ്രിയ. ഹായ്. കേറിക്കോ. നീ അവിടെ കേറി. നീ അങ്ങോട്ട് ഞാൻ സൈഡിലിരുന്നോളാം. നോ, എനിക്ക് സൈഡിൽ ഇരിക്കുന്ന ഇഷ്ടം. വേണ്ടടി, എടി കേറാൻ. ഇങ്ങനൊരു മണക്കൂസ് കേറുവണേ. വേണ്ടടി, എടി കേറാൻ. കേറുന്നുണ്ടേ കേറി, ഇല്ലേ രണ്ടിനെ വഴിയിട്ടേ ഞാനങ്ങ് പോകും. കേറ് കേറ് കേറ്. കേറ്. എസ് പിടിച്ച അങ്ങോട്ട് നീങ്ങിരി. നീങ്ങാൻ. കാലം ഒതുക്കി വെക്ക് വെച്ചേ. ഹായ്, ഫാന്റാസ്റ്റിക്. കം ഓൺ. സാറേ, കാട്ടിലേക്ക് ഞാൻ വരണോ? ഞാനിവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കി നിന്നാ പോലെ. എസ്തൂടെ ഒറ്റയ്ക്കെന്നാലേ വല്ല സിംഹം പുലി വന്ന് പിടിച്ചോണ്ട് പോ. എന്റെ കർത്താവേ, പുലി പിടിച്ചാലും 4 ആളുകളുടെ മുമ്പിൽ കിടന്ന് ചാകണം. എങ്കിലേ പോലീസിന് തെളിവ് ഐറ്റംസ് എങ്കിലും കിട്ടൂ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കൂടെ അവരോട് ചെല്ല്. മീരാ, ബി കെയർഫുൾ. ചെല്ലോ. അതെ, ഞാനും പോകാൻ തുടങ്ങായിരുന്നു.
അയാളൊരു പേടിത്തൊണ്ടനാ. വൺ സെക്കൻഡ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. വേണ്ട, ഇവിടെ എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. ബ്യൂട്ടിഫുൾ. വാട്ട് എ ലവ്ലി പ്ലേസ്. ബേബി പേടിക്കണ്ട കേട്ടോ, ഞാൻ പുറകെ ഉണ്ട്. കുഞ്ഞേ, അധികം ഉള്ളിലേക്കൊന്നും പോകല്ലേ. ആന, കരടി, പുലി ഐറ്റംസ് ഒക്കെ കാണും. ശരി ശരി. ഇങ്ങനെ ഒരു പേടിത്തൊണ്ട്. പലതും പറ്റിപ്പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോവും. നിന്നേ എന്ത് രസം. കുഞ്ഞേ യസ്തുവിന്റെ ഒരു വീഡിയോ സിനിമ ഓ എടുക്കും. യെസ്. അങ്ങോട്ട് നീ നിക്ക്. മാറിയില്ലേ. റെഡി? താനൊന്ന് മാറി നിൽക്കടോ. അവനും കൂടെ നിക്കട്ടു കുഞ്ഞേ. വേണ്ട വേണ്ട, എസ്തു മാത്രം നിന്നാ മതി. എസ്തു സ്റ്റഡി. തന്നോടല്ലേ പറഞ്ഞ മാറി നിൽക്കാൻ. ചിലപ്പോ നിന്നെ ഇതിനകത്ത് കൊള്ളത്തില്ലായിരിക്കും, അതുകൊണ്ടാ. പോ. ഐറ്റംസ് എന്തെങ്കിലും കാണിക്കണ്ടേ കുഞ്ഞേ? എസ്തു, ഒരു പോസ് കൊടുക്ക. എസ്തു സ്മൈൽ. കലക്കി. കുഞ്ഞേ, ഇനി എസ്തുവിന്റെ ഭാവരസ ഐറ്റംസ്. എടുത്താട്ടെ. പ്രിയ ചെല്ല്, നീ പോയി എടുത്തു നോക്കി. ഞാൻ പോ. ഒന്ന് ചേർന്ന് നിൽക്കുക എസ്തു. ഒന്നൂടെ. നിങ്ങളൊന്ന് സ്റ്റഡി ആയിട്ടേ, ഞാനൊരു ഫുൾ ഷോട്ട് എടുക്കട്ടെ. സ്റ്റഡി. എസ്തു സ്മൈൽ. എസ്തു. അങ്ങനെ. താനെന്തിനാ എന്നെ പിടിച്ചേ? വീഴാൻ പോയിട്ടാ. ഞാനിങ്ങ് വീഴില്ല. രക്ഷിക്കാൻ വന്നിരിക്കുന്നു. നീ എന്തിനാ പാത്തിന് ചീത്ത പറഞ്ഞു? ചില സിനിമയിലൊക്കെ നായകൻ അപകടത്തിന് രക്ഷിക്കുമ്പോ റൊമാൻസ് തുടങ്ങുന്ന അവൻ കണ്ടു കാണും. നീ വീഴാൻ പോയിട്ടല്ലേ? ബേബി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടേനെ. ചിപ്പൊടി. എടാ ബേബി, ആ ഷട്ടിലൊന്ന് എടുത്തേ. എടാ, ഓരോ പ്രാവശ്യം നിന്നോട് പറയണോ ആ ഷട്ടിലെടുക്കാൻ? എടാ, നിന്നോടാ പറഞ്ഞു ആ ഷട്ടിലെടുക്കാൻ. നിനക്ക് ശമ്പളം തരുന്ന ഞാൻ പറയുന്ന ജോലി ചെയ്യാനാണ്. എനിക്ക് ശമ്പളം തരുന്നത് കാർ ഓടിക്കാനാ, അല്ലാതെ കൊച്ചമ്മമാർ കളിപ്പണ്ട് പറക്കലല്ല എന്റെ ജോലി. അന്തസ്സ ജോലി ചെയ്യാണ് ശമ്പളം വാങ്ങുന്നത്. നിന്നെ ഞാൻ തിരിച്ചടിക്കാത്തത് നീ എന്റെ മുതലാളിയുടെ സഹോദരിയാണെന്ന പേടിയുണ്ടല്ല, നീ ഒരു പെണ്ണായതുകൊണ്ടാണ്.